Dear students, next topic we have to deal is the information derived from rotational spectra. First of all, നമുക്ക് അതിന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗീവ്സ് us an idea about the molecular structure. So molecular structureൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആറ്റംസ് അതിലെ 3 റൊട്ടേഷണൽ കോൺസ്റ്റൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. എ ബി സി എന്ന് പറയുന്ന 3 റൊട്ടേഷണൽ കോൺസ്റ്റൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി മോളിക്യൂൾ. ഇപ്പം ഒരു ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ അവിടെ ഐ എ 0 ആണ്, ഐ ബിയും ഐ സിയും ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് സിയും ബിയും നമുക്കുണ്ടായിരിക്കും. അതുപോലെ ഡിഫറെൻറ്റ് റൊട്ടേഷണൽ കോൺസ്റ്റൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് റൊട്ടേഷണൽ കോൺസ്റ്റൻസ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷണൽ കോൺസ്റ്റൻസ് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആർ റിലേറ്റഡ്. So from that we can find out the moment of inertia IA, IB and IC. Suppose we know the moment of moment of inertia. From the moment of inertia expression we know I is equal to mu r square ആണ്. അതിൽ ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസിലെല്ലാം ഡയാറ്റമിക് മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഐ എ 0 ആണ്, ഐ ബി ഈക്വൽ ടു ഐ സി ആണ്. സോ ആർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ആസ് ആർ ഇസ് ഈക്വൽ ടു ഐ ബൈ മ്യൂ എന്നുള്ള ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യും. മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റെഡ്യൂസ്ഡ് മാസ് ആണ്, M1 M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ്. നമുക്ക് ബോണ്ട് ലെങ്ത്തിൻ്റെ ഒരു മെഷർമെൻറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ ഈ റൊട്ടേഷണൽ സ്പെക്ട്ര യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഒരു യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ സപ്പോസ് ഒരു ലീനിയർ ആറ്റം ആണെങ്കിൽ, ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് n ആറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ n-1 ബോണ്ട്സ് ഉണ്ടായിരിക്കും. സോ 2 ആറ്റംസ് ആണെങ്കിൽ നമുക്കറിയാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. 3 ആറ്റംസ് ഉണ്ടെങ്കിൽ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 2 ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് n ആറ്റംസ് ആണെങ്കിൽ വി ഹാവ് n-1 ബോണ്ട്സ് ആണ്. സോ അതിൽ 1 R നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് R is equal to I by mu എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് 1 of the R ഒരു ബോണ്ട് ലെങ്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നൗ ദ റിമൈനിങ് ബോണ്ട് ലെങ്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു മേക്ക് ദ ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഈച്ച് കേസിൽ നമുക്ക് ഓരോ കേസിലും ഐസോട്ടോപ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വാല്യൂസ് കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂ വാല്യൂ ചേഞ്ച് ചെയ്യും. മ്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്കറിയാൻ പറ്റും അതിൻ്റെ ആർ വാല്യൂ ചേഞ്ച് ആയിരിക്കും, ഐ വാല്യൂ അതുപോലെ റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, ബി വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ റൊട്ടേഷൻ ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷന് നമുക്ക് റിമൈനിങ് ആയിട്ട് വരുന്ന ഇപ്പോൾ n-1 ബോണ്ടിൽ ആദ്യത്തെ ഒരെണ്ണം നമുക്ക് കിട്ടി, ദെൻ റിമൈനിങ് വരുന്ന n-2 ബോണ്ട്സിൻ്റെ വാല്യൂസ് നമുക്ക് ഇതുപോലെ ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് കാണാൻ പറ്റും. സിമെട്രി ടോപ്പ് മോളിക്യൂൾസ് ആണെങ്കിലും ഇതുപോലെ സിമെട്രി ടോപ്പ് മോളിക്യൂൾസിലും നമുക്ക് ഈ ഇതുപോലെ റൊട്ടേഷണൽ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 3 റൊട്ടേഷണൽ കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ 3 റൊട്ടേഷണൽ കോൺസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കേസിൽ നമുക്ക് ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ റിമൈനിങ് മോളിക്കുലാർ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ 3 ഐസും ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 3 ഐ ഉണ്ടെങ്കിലും അതിൽ 2 ഈക്വലും 1 ഡിഫറൻറ്റുമാണ്. അപ്പം ആ കേസിൽ നമുക്ക് ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷന് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ 3 ഐ വാല്യൂസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും, ബിക്കോസ് ഓൾ ഐ വാല്യൂസ് ആർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ അതർ പാരാമീറ്റേഴ്സ് നമുക്ക് ഇതുപോലെ ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഹൈപ്പോതെറ്റിക്കൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. നമുക്കതുപോലെ ആവറേജ് ഡിസ്റ്റൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വൈബ്രേഷണൽ ഡിസ്റ്റൻസ് R0 ഉണ്ട്. R0 ആൻഡ് RE എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. RE ഈസ് നോൺ ആസ് ദ ഹിപ്പോത്തറ്റിക്കൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. ഹിപ്പോത്തറ്റിക്കൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് മീൻസ് വൈബ്രേഷൻ ലെസ് സ്റ്റേറ്റിൽ വരുന്ന ഒരു ബോണ്ട് ലെങ്ത്തിനാണ് നമ്മൾ ഹിപ്പോത്തറ്റിക്കൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് RE എന്ന് പറയുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് വൈബ്രേഷണൽ ഗ്രൗണ്ട് വൈബ്രേഷണൽ സ്റ്റേറ്റിൽ വരുന്ന ആവറേജ് ഡിസ്റ്റൻസിനാണ് നമ്മൾ R0 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് യൂഷ്വലി ഈ RE എന്ന് പറയുന്ന വാല്യൂ അത് നമുക്ക് ഇറ്റ് ഈസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ബട്ട് RO എന്ന് പറയുന്ന വാല്യൂ ആവറേജ് ഡിസ്റ്റൻസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് അത് നമുക്ക് ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് വാരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ നമുക്ക് അതിൽ നിന്നും ഒരു ഇക്വേഷൻ നമുക്കറിയാം, റൊട്ടേഷണൽ കേസിലും അല്ലെങ്കിൽ വൈബ്രേഷനും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിലേഷൻ ബിറ്റ്വീൻ ബി വിത്ത് വൈബ്രേഷൻ ആൻഡ് ബി വിത്ത് ഹിപ്പോത്തറ്റിക്കൽ ഇക്വിലിബ്രിയം വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ വൈബ്രേഷൻ ലെസ് കേസിൽ വരുന്നത് വാല്യൂവിന് നമുക്ക് BE എന്ന് പറഞ്ഞിട്ടും, വൈബ്രേഷൻ വരുന്ന കേസിൽ ബി വാല്യൂ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റിനെ BV എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിലേഷൻ ബിറ്റ്വീൻ BV ആൻഡ് BE ഈസ് ലൈക്ക് ദിസ്. BV ഈസ് ഈക്വൽ ടു BE മൈനസ് ആൽഫ E ഇൻറ്റു B പ്ലസ് ഹാഫ് ആണ്. ആൽഫ E ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ 12BE സ്ക്വയർ ഡിവൈഡഡ് ബൈ
ന്യൂ ബാർ 12 BE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് ഇൻ ദ ഹിപ്പോത്തറ്റിക്കൽ ഓർ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് കേസിൽ, BE ഫോർ നോർ വൈബ്രേഷൻ കേസാണ്, BV ഫോർ ദ വൈബ്രേഷണൽ കേസാണ്. അപ്പോൾ നമുക്ക് ഈ കേസിൽ നിന്ന് ഇഫ് യു നോ BE വി ക്യാൻ കാൽക്കുലേറ്റ് ദ BV വാല്യൂ, ഓർ ഇഫ് വി നോ BV നമുക്ക് BE വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. So the another property which we can find out from the rotational spectrum is the force constant നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. So force constantum these rotational constants ആയിട്ടുള്ള B and D, one is known as the rotational constant and the other one is known as the rotational distortion constant. D എന്ന് പറയുന്ന പാരാമീറ്റർ നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ബാർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4B³ ഡിവൈഡഡ് ബൈ D ആണ്. അതിൽ ന്യൂ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ 1/2πc റൂട്ട് ഓഫ് K/μ ആണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് നമ്പറാണ് ന്യൂ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ന്യൂ ബാറിനൊന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ന്യൂ ബാർ സ്ക്വയർ ആണ് നമുക്ക് വരുന്ന ഇക്വേഷൻ ഉള്ളത്. ന്യൂ ബാർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 1/4π² K/μ which will be equal to 4B³ ഡിവൈഡഡ് ബൈ D ആണ് ഈ എക്സ്പ്രഷൻ വെച്ചിട്ട്. സോ ഇതൊന്ന് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ K വാല്യൂ ഈസ് ഒബ്റ്റെയിൻ ടു ബി K ഈസ് ഈക്വൽ ടു 16π² C² then μ B³ ഡിവൈഡഡ് ബൈ D. So the force constant also can be evaluated using the rotational spectral studies. Next, second information, the major information which we get from the rotational spectra is an evaluation of the electric dipole moment by using the Stark effect. Stark effect, we know that the spectral lines are getting divided into, or we have the Stark splitting of spectral lines in the presence of the external electric field. So external electric field in the presence that depends on the electric dipole moment depend ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഒരു മോളിക്യൂൾസിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ മെഷർമെൻറ്റിന് നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രം വിത്ത് സ്റ്റാർക്ക് ഇഫക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഫ്രം ദിസ് ആൾസോ നമുക്ക് അതിൻ്റെ മോളിക്കുലാർ ബോൺസിൻ്റെ നേച്ചർ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വേറൊരു പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദി അറ്റോമിക് മാസ് ആണ്. അറ്റോമിക് മാസിൻ്റെ ഇവാലുവേഷനിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ മെഷറിംഗ് ദ റൊട്ടേഷണൽ സ്പെക്ട്ര വിത്ത് എ പെർട്ടിക്കുലർ സബ്സ്റ്റൻസ്, ദെൻ വി ആർ റീപ്ലേസിങ് ദാറ്റ് സബ്സ്റ്റൻസ് വിത്ത് ഇറ്റ്സ് ഐസോട്ടോപ്പ്. ഇപ്പോൾ രണ്ട് കേസിൽ നമുക്ക് കിട്ടുന്ന B വാല്യൂ വിൽ ബി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇൻ ദ ഫസ്റ്റ് കേസ് B ഈസ് ഈക്വൽ ടു H ഡിവൈഡഡ് ബൈ 8π² IC ആണ്. ദെൻ B ഡാഷ് വിൽ ബി ഈക്വൽ ടു H ഡിവൈഡഡ് ബൈ 8π² I ഡാഷ് C ആണ്. സോ B ഡിവൈഡഡ് ബൈ B ഡാഷ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ B/B dash will be equal to I dash by I ആണ്. So that will be equal to mu dash by mu. So by isotopic mass mu dash by mu എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a ratio of the reduced masses ആണ്. So reduced mass that depends on the original mass. So mass suppose a molecule or an atom is replaced by its isotope, its mass will change. So from this equation you can find out the reduced mass and hence the molecular mass of the isotope which we have substituted. Now another application of the rotational spectrum is to determine the nuclear quadrupole moment. Nuclear quadrupole moment, suppose if we have a nuclear with a spin greater than 1, in that case the molecule the nucleus loses its spherical symmetry, and associated with that the molecule is having a nuclear quadrupole moment, and the quadrupole coupling constant is given by the expression E² Q into Q. So അതിൽ E into Q that is termed as the nuclear quadrupole moment ആണ്. So E into small q is known as the electric field gradient. ഒരു മോളിക്യൂളിൻ്റെ ന്യൂക്ലിയർ ക്വാഡ്രപ്പോൾ മൂവ്മെൻറ്റിൻ്റെ ഇവാലുവേഷനിലും നമുക്ക് ഈ റൊട്ടേഷണൽ സ്പെക്ട്രം യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് മേജറായിട്ട് ഒരു റൊട്ടേഷണൽ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.